കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നമ്മുടെ നാട്ടിലെ ചില സൈബർ മാന്യന്മാർക്കും രാഷ്ട്രീയ തിമിരം ബാധിച്ച ട്രോളർമാർക്കും ഉറക്കമില്ലാത്ത രാത്രികളാണ്. വലിയൊരു നിധി കിട്ടിയ ആവേശത്തിലാണ് ചിലർ സോഷ്യൽ മീഡിയയിൽ തുള്ളിച്ചാടുന്നത്. വിഷയം മറ്റൊന്നുമല്ല, ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തന്റെ സുരക്ഷാ വാഹനങ്ങളുടെ എണ്ണം വെട്ടിച്ചുരുക്കി വെറും 2 എണ്ണമാക്കിയെന്ന വാർത്ത പുറത്തു വന്നത് തന്നെ. വാർത്ത കേട്ട പാതി കേൾക്കാത്ത പാതി പതിവ് പോലെ ചിലർ ചിരിക്കാനും പരിഹസിക്കാനും ഇറങ്ങിയിട്ടുണ്ട്. ദാ നോക്കൂ, മോദിയുടെ വണ്ടികളൊക്കെ എവിടെ പോയി, ഇനിയിപ്പോ വെറും 2 വണ്ടിയേ ഉള്ളൂ, സുരക്ഷയൊക്കെ തീർന്നു എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് ഒരു കൂട്ടർ. ആ പരിഹാസ രാജാക്കന്മാരോടും കണ്ണടച്ചിരുട്ടാക്കുന്ന വിമർശകരോടും വളരെ വ്യക്തമായി ഒരൊറ്റ കാര്യമേ ഈ തുടക്കത്തിൽ തന്നെ പറയാനുള്ളൂ. നിങ്ങളുടെ ഈ ചിന്തയും പരിഹാസവും കാണുമ്പോൾ സഹതാപം മാത്രമാണ് തോന്നുന്നത്. കാരണം നിങ്ങൾ ഈ കാണുന്ന 2 കാറുകൾ മാത്രമല്ല നരേന്ദ്രമോദി എന്ന വികാരത്തിന്റെ സുരക്ഷ. ഭാരതം എന്ന ഈ മഹാരാജ്യത്തിന്റെ കാവൽക്കാരനെ, കോടിക്കണക്കിന് ജനങ്ങളുടെ നെഞ്ചിലെ ജനനായകനെ ഒന്ന് തൊടാൻ പോലും ശത്രുക്കൾക്ക് ഭയമാണ്. ആ ഭയമുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം വണ്ടികളുടെ എണ്ണം കുറച്ചാലും സുരക്ഷയുടെ ഒരു ഇഞ്ച് പോലും ഈ രാജ്യം വിട്ടുവീഴ്ച ചെയ്യാത്തത്. കാഴ്ചയിൽ 2 വണ്ടികളേ ഉള്ളൂ എങ്കിലും ആരും കാണാത്ത, ശത്രുവിന് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു അദൃശ്യ സുരക്ഷാ കോട്ട അദ്ദേഹത്തിന് ചുറ്റും എപ്പോഴും കാവലായുണ്ട്. അതുകൊണ്ട് ആരും അമിതമായി ആഹ്ലാദിക്കേണ്ട. വാഹനവ്യൂഹം മാത്രമേ കുറച്ചുള്ളൂ, സുരക്ഷയല്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം തന്റെ വാഹനവ്യൂഹം വെട്ടിക്കുറച്ചതെന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഈ വിമർശകർക്കില്ലാതെ പോയല്ലോ. ഇന്ധന ഉപഭോഗം കുറയ്ക്കണം, പരിസ്ഥിതി സംരക്ഷിക്കണം, രാജ്യത്തിന്റെ പണം പാഴാക്കരുത് എന്ന് കഴിഞ്ഞ ദിവസം ഹൈദരാബാദിലെ പൊതുവേദിയിൽ വെച്ച് അദ്ദേഹം രാജ്യത്തോട് ആഹ്വാനം ചെയ്തിരുന്നു. പ്രസംഗപീഠത്തിൽ കയറി നിന്ന് ജനങ്ങളോട് വെറുതെ ഉപദേശങ്ങൾ വിളമ്പുകയല്ല നരേന്ദ്രമോദി ചെയ്യാറുള്ളത്. താൻ പറയുന്ന കാര്യം സ്വന്തം ജീവിതത്തിൽ ആദ്യം പ്രവർത്തിച്ച് കാണിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ രീതി. ആ ആഹ്വാനത്തിന് തൊട്ടു പിന്നാലെയാണ് ഡൽഹിയിലെ തന്റെ ഔദ്യോഗിക യാത്രകളിൽ 10ഉം 20ഉം വണ്ടികളുള്ള ആ വലിയ വാഹനങ്ങൾ അദ്ദേഹം വേണ്ടെന്ന് വെച്ചത്. പട്ടിൽ പൊതിഞ്ഞ ആഡംബരങ്ങളുടെ നടുവിൽ ഡസൻ കണക്കിന് വണ്ടികളുടെ അകമ്പടിയോടെ സൈറൻ മുഴക്കി ചീറിപ്പാന് പോകാൻ അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. മറ്റേതൊരു ഭരണാധികാരിയെ പോലെയും അദ്ദേഹത്തിന് അത് ചെയ്യാമായിരുന്നു. പക്ഷെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ആഡംബരങ്ങളെക്കാൾ വലുത് രാജ്യത്തിന്റെ സമ്പത്താണ്, ജനങ്ങളുടെ നികുതി പണമാണ്. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ സ്വയം ഒരു മാതൃകയായി ജീവിക്കാൻ നരേന്ദ്രമോദി എന്ന നേതാവിനല്ലാതെ ഇന്ന് മറ്റാർക്കാണ് സാധിക്കുക? ജനങ്ങൾക്ക് വേണ്ടി സ്വന്തം സുഖസൗകര്യങ്ങൾ മാറ്റിവെക്കാൻ കാണിച്ച ഈ വലിയ മനസ്സിനെയാണ് ഇവിടെ ഇരുന്ന് ചിലർ വണ്ടികളുടെ എണ്ണം എണ്ണി കളിയാക്കുന്നത്. എന്ത് കഷ്ടമാണിത്! ലോക നേതാക്കൾ അദ്ദേഹത്തെ ആദരവോടെ നോക്കുന്നത് നാം കാണാറുണ്ട്. അങ്ങനെയുള്ള ഒരു നേതാവ് രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പണം ലാഭിക്കാൻ വേണ്ടി എടുത്ത ഒരു വിപ്ലവകരമായ തീരുമാനത്തെയാണ് ഇവിടെ ചില രാഷ്ട്രീയ തിമിരം ബാധിച്ച കണ്ണുകളോടെ നോക്കിക്കാണുന്നത്. ഭാരതത്തിന്റെ ചരിത്രത്തിൽ മുൻപ് സുരക്ഷാ വീഴ്ചകൾ കൊണ്ട് വലിയ വില നൽകേണ്ടി വന്ന ചരിത്രമുണ്ട്. ഇന്ദിരാഗാന്ധിയെയും രാജീവ് ഗാന്ധിയെയും നഷ്ടപ്പെട്ട വലിയൊരു വേദന ഈ രാജ്യത്തിന്റെ നെഞ്ചിലുണ്ട്. ആ ചരിത്രത്തിൽ നിന്ന്, ആ തെറ്റുകളിൽ നിന്ന് ഭാരതം ഒരുപാട് പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു നയാ പൈസയുടെ വിട്ടുവീഴ്ച പോലുമില്ല എന്ന് ഈ വിമർശകർ മനസ്സിലാക്കണം. ഒരു പൂച്ച പോലും അറിയാതെ അത്രമാത്രം പഴുതടച്ച സുരക്ഷാ വലയത്തിലാണ് അദ്ദേഹം ഓരോ നിമിഷവും കഴിയുന്നത്. അദ്ദേഹത്തിന്റെ ഈ വലിയ മാതൃക പിന്തുടർന്നുകൊണ്ട് നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളും തങ്ങളുടെ അകമ്പടി വാഹനങ്ങൾ പകുതിയായി കുറച്ചു കഴിഞ്ഞു. ഇത് കാണിക്കുന്നത് ഒന്ന് മാത്രമാണ്, ഇത് ആഡംബര ഭ്രമമുള്ള ഒരു ഭരണകൂടമല്ല, മറിച്ച് രാജ്യത്തിന്റെ ഓരോ കാശും വിലപ്പെട്ടതാണെന്ന് കരുതുന്നവരുടെ കൂട്ടായ്മയാണ്. അതുകൊണ്ട് മോദിജി ഇത് കുറച്ചെന്ന് കേട്ട് സന്തോഷിക്കുന്ന രാജ്യവിരുദ്ധരും ഇതിനെ കളിയാക്കുന്നവരും അമിതമായി ആഹ്ലാദിക്കേണ്ട. ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞേക്കാം, വാഹനവ്യൂഹം മാത്രമേ കുറച്ചിട്ടുള്ളൂ, സുരക്ഷയല്ല. രാത്രിയിൽ ഭാരത ജനതയ്ക്ക് സമാധാനമായി ഉറങ്ങാം. കാരണം നമ്മുടെ കാവൽക്കാരൻ അതീവ സുരക്ഷിതനാണ്. നരേന്ദ്രമോദി എന്ന പേര് വെറുമൊരു വ്യക്തിയുടേതല്ല, അത് ഈ രാജ്യത്തിന്റെ വികാരമാണ്. ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കാൻ ചോര നീരാക്കി പണിയെടുക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി പഴുതടച്ച സുരക്ഷാ വലയത്തിൽ തന്നെയാണ്. വിമർശകർ ഇനിയും വിമർശിച്ചുകൊണ്ടേയിരിക്കും, ട്രോളന്മാർ ഇനിയും ട്രോളിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമുണ്ട്. മോദിജി എന്ത് ചെയ്താലും അതിൽ കുറ്റം കണ്ടുപിടിക്കാൻ മാത്രം ദൂരദർശിനിയും വെച്ച് നോക്കിയിരിക്കുന്ന ചിലരുണ്ടല്ലോ, അവരോടാണ് ചോദിക്കാനുള്ളത്. സ്വന്തം വാഹനവ്യൂഹം വെട്ടിച്ചുരുക്കി മാതൃക കാണിച്ച ഒരു ഭരണാധികാരിയെ അഭിനന്ദിക്കാൻ ഈ മടിയന്മാർക്ക് എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? കാരണം മറ്റൊന്നുമല്ല,
നരേന്ദ്രമോദി എന്ന നേതാവിനോടുള്ള രാഷ്ട്രീയ അസൂയ മാത്രമാണിത്. വിമർശകർ എത്രയൊക്കെ തരം താഴ്ന്ന രീതിയിൽ അദ്ദേഹത്തെ ആക്രമിക്കാൻ നോക്കിയാലും കളിയാക്കാൻ ശ്രമിച്ചാലും ഭാരതത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനം ഒരിഞ്ച് പോലും കുറയ്ക്കാൻ ഇവർക്ക് സാധിക്കില്ല. കാരണം ഈ രാജ്യം നരേന്ദ്രമോദിയെ അളക്കുന്നത് വണ്ടികളുടെ എണ്ണം നോക്കിയല്ല, മറിച്ച് അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടി എടുക്കുന്ന ഉറച്ച തീരുമാനങ്ങൾ നോക്കിയാണ്. ജമ്മു കാശ്മീരിലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയപ്പോഴും ഭാരതത്തിന്റെ അതിർത്തികൾ കാക്കാൻ ശത്രുക്കളുടെ കോട്ടയിൽ കയറി സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോഴും ലോകം മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും ഭാരതത്തെ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയാക്കി മാറിയപ്പോഴും നാം കണ്ടത് ആ ഒരൊറ്റ നേതാവിന്റെ ചങ്കൂറ്റമാണ്. അങ്ങനെയുള്ള ഒരു ജനനായകനാണ് ഇപ്പോൾ സ്വന്തം സുഖസൗകര്യങ്ങൾ വേണ്ടെന്ന് വെച്ച് രാജ്യത്തിനായി വീണ്ടും മാതൃകയാകുന്നത്. പ്രധാനമന്ത്രി തന്നെ സ്വന്തം സുരക്ഷാ വാഹനങ്ങൾ വെട്ടിച്ചുരുക്കി ഈ വലിയ മാതൃക കാണിച്ചപ്പോൾ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള വിരലിലെണ്ണാവുന്ന നേതാക്കൾ മാത്രമാണ് ആ വഴി പിന്തുടരാൻ ധൈര്യം കാണിച്ചത്. ഇത് വിമർശിക്കുന്നവർക്ക് നേരെയുള്ള ഒരു വലിയ ചോദ്യചിഹ്നമാണ്. രാജ്യത്തെ സ്നേഹിക്കുന്ന ഭരണാധികാരികൾ എങ്ങനെയായിരിക്കണമെന്ന് മോദിജി കാണിച്ചു തരുമ്പോൾ ഇനിയും ആഡംബര വണ്ടികളിൽ ചുറ്റിക്കറക്കുന്ന മറ്റുള്ളവർക്ക് ഇതൊരു വലിയ പാഠമാണ്. വാഹനങ്ങൾ കുറച്ചതുകൊണ്ട് സുരക്ഷ കുറഞ്ഞു എന്ന് കരുതി പരിഹസിക്കുന്നവർ ആദ്യം പോയി ഈ രാഷ്ട്രീയ മാതൃകയെയാണ് കാണേണ്ടത്. ഈ രാജ്യത്തെ ഓരോ പൗരനും അഭിമാനിക്കാം. കാരണം നമുക്ക് ലഭിച്ചിരിക്കുന്നത് വെറും ഒരു ഭരണാധികാരിയല്ല, മറിച്ച് രാജ്യത്തിന് വേണ്ടി സ്വന്തം സുഖങ്ങൾ മാറ്റിവെക്കാൻ മടിയില്ലാത്ത ഒരു യഥാർത്ഥ കാവൽക്കാരനെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കാണിച്ചു കൊടുത്ത വലിയ മാതൃക വെറുതെ ഒരു ഡൽഹിയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ആ ആഹ്വാനം നെഞ്ചിലേറ്റിക്കൊണ്ട് കഠിനമായ തീരുമാനങ്ങൾ എടുക്കാൻ മടിയില്ലാത്ത നമ്മുടെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും തന്റെ സുരക്ഷാ വാഹനങ്ങളുടെ എണ്ണം വെട്ടിച്ചുരുക്കാൻ ഉത്തരവിട്ടു കഴിഞ്ഞു. വിട്ടുവീഴ്ചയില്ലാത്ത ഭരണരീതികൾ കൊണ്ടും ശത്രുക്കൾക്ക് നേരെ ബുൾഡോസർ ഓടിച്ചും വാർത്തകളിൽ നിറഞ്ഞ യോഗി ആദിത്യനാഥിന് എത്രമാത്രം സുരക്ഷാ ഭീഷണിയുണ്ടെന്ന് നമുക്കറിയാം. എന്നിട്ടും ജനങ്ങളുടെ പണം പാഴാക്കരുത് എന്ന മോദിയുടെ ചിന്തയെ പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ട് അദ്ദേഹം തന്റെ വാഹനങ്ങൾ പകുതിയായി കുറച്ചു. യോഗി ആദിത്യനാഥിനെ പോലെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെ പോലെയും വിരലിലെണ്ണാവുന്ന ചില മന്ത്രിമാർ മാത്രമാണ് ഈ ഒരു വിപ്ലവകരമായ തീരുമാനത്തിന് പിന്നിലെ അണിനിരന്നത്. രാജ്യത്തെ സ്നേഹിക്കുന്ന ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്ന യഥാർത്ഥ ജനപ്രതിനിധികൾ എങ്ങനെയായിരിക്കണമെന്ന് ഇവരൊക്കെ വീണ്ടും തെളിയിക്കുകയാണ്. ഇപ്പോഴും 10ഉം 20ഉം വണ്ടികളുടെ അകമ്പടിയോടെ സൈറണും മുഴക്കി ജനങ്ങളെ റോഡിൽ തടഞ്ഞിട്ട് VIP ചമയുന്ന മറ്റു പല രാഷ്ട്രീയ നേതാക്കൾക്കുള്ള കൃത്യമായ മറുപടിയാണിത്. ജനങ്ങളുടെ നികുതി പണം ആഡംബരങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് ഈ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചിന്തിക്കുന്ന ഒരു ഭരണകൂടം നമുക്കുള്ളപ്പോൾ ഭാരത ജനതയ്ക്ക് അഭിമാനിക്കാം. വിമർശകർ ഇനിയും കുറ്റങ്ങൾ തപ്പിയെടുക്കട്ടെ, പക്ഷേ ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കറിയാം ആരാണ് തങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതെന്നും ആരാണ് വെറും പ്രസംഗം തൊഴിലാക്കിയിരിക്കുന്നതെന്നും. അപ്പോൾ ഇതാണ് ഇതിന്റെ പിന്നിലെ യഥാർത്ഥ വശം. ആഗോളതലത്തിൽ വലിയ രീതിയിലുള്ള എണ്ണ പ്രതിസന്ധിയും ഇന്ധന വിലക്കയറ്റവും ഒക്കെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കണമെന്നും വിദേശ നാണ്യം ലാഭിക്കണമെന്നും വെറുതെ ജനങ്ങളോട് ഉപദേശിക്കുകയല്ല പ്രധാനമന്ത്രി ചെയ്തത്. രാജ്യം നേരിടുന്ന ആ വലിയ പ്രതിസന്ധി പരിഹരിക്കാൻ തന്നാലാകുന്ന കാര്യം സ്വന്തം ജീവിതത്തിൽ ചെയ്ത് കാണിക്കുകയാണ് അദ്ദേഹം ഇവിടെ ചെയ്തത്. വണ്ടികളുടെ എണ്ണം പകുതിയിലധികമായി കുറച്ച് അദ്ദേഹം കാണിച്ച ഈ മാതൃകയ്ക്ക് പിന്നിലുള്ളത് കൃത്യമായൊരു സാമ്പത്തിക തന്ത്രം കൂടിയാണ്. രാജ്യത്തെയും ജനങ്ങളെയും ബാധിക്കുന്ന ഇന്ധന പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ പ്രധാനമന്ത്രി തന്നെ നേരിട്ടെടുത്ത ഈ തീരുമാനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.